കോമ്പണന്റ് ലെവൽ ഡിസൈനാണ് ആദ്യം പറയാനുള്ളത്. ഒരു ഫസ്റ്റ് പോയിന്റ്, കോമ്പണന്റ് ലെവൽ ഡിസൈൻ ഒക്കർ ആഫ്റ്റർ ദ ഫസ്റ്റ് ഇറ്ററേഷൻ ഓഫ് ദ ആർക്കിടെക്ചറൽ ഡിസൈൻ. ഈ ആർക്കിടെക്ചറൽ ഡിസൈനിൻ്റെ ഫസ്റ്റ് ഇറ്ററേഷൻ ശേഷമാണ് ഈ കോമ്പണന്റ് ലെവൽ ഡിസൈൻ ഒക്കർ ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ്, എ കോമ്പണന്റ് ലെവൽ ഡിസൈൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് സം ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ. ഈ കോമ്പണന്റ് ലെവൽ ഡിസൈന് റെപ്രസെൻറ്റ് ചെയ്യാൻ കുറച്ച് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്രാഫിക്കൽ, ടാബുലർ ഓർ ടെക്സ്റ്റ് ബേസ്ഡ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു സോഴ്സ് കോഡിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ്, ദ ഡിസൈൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ, ഇൻ്റർഫേസസ് ആൻഡ് അൽഗോരിതം ഷുഡ് കൺഫോം ടു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഗൈഡ് ലൈൻസ് ടു ഹെൽപ്പ് അസ് ടു അവോയ്ഡ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് എറേഴ്സ്. അതായത് ബേസിക്കലി if the component level design is done 100% perfectly, the basic errors like structural errors and some kind of bugs all will be resolved. നെക്സ്റ്റ് പറയാനുള്ള കോമ്പണൻ്റ് ആണ്, എ കോമ്പണൻ്റ് ഇസ് എ മോഡുലാർ ബിൽഡിംഗ് ബ്ലോക്ക് ഫോർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഒരു കോമ്പണൻ്റ് പറയുന്ന ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഈ സ്മോൾ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു ഹ്യൂജ് പ്രോഗ്രാമാണ്. നെക്സ്റ്റ് പോയിന്റ്, എ കോമ്പണൻ്റ് ഈസ് എ മോഡുലാർ ഡിപ്ലോയബിൾ ആൻഡ് റീപ്ലേസബിൾ പാർട്ട് ഓഫ് എ സിസ്റ്റം ദാറ്റ് എൻകാപ്സുലേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എക്സ്പോസസ് എ സെറ്റ് ഓഫ് ഇൻ്റർഫേസസ്. ഈ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ടു ഓർ മോർ കോമ്പണൻറ്റ്സ്. ഇത് പറയുന്ന ഇൻ്റർഫേസ് ബിറ്റ്വീൻ ടു ഓർ മോർ കോമ്പണൻസിനാണ് ഈ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് കണക്ട് ടു മൾട്ടിപ്പിൾ കോമ്പണൻറ്റ്സ്. പിന്നെ ഇറ്റ് ഡസൻ ഹാവ് എ പെർട്ടിക്കുലർ പേഴ്സണാലിറ്റി. ഈ കോമ്പണൻറ്റ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് വ്യൂ ആണ് ഈ കോമ്പണൻറ്റ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് വ്യൂ, സെക്കൻഡ് വൺ കൺവെൻഷണൽ വ്യൂ, തേർഡ് വൺ പ്രോസസ് റിലേറ്റഡ് വ്യൂ. ഡിസൈൻ ക്ലാസ് ബേസ്ഡ് കോമ്പണൻസ് ആണ് അടുത്ത പറയാനുള്ളത്. അതിൽ ബേസിക് ഡിസൈൻ പ്രിൻസിപ്പിൾസ് 4 എണ്ണമാണ് ഉള്ളത്. 4 ബേസിക് ഡിസൈൻ പ്രിൻസിപ്പിൾസ് ആർ applicable to compound level design and have been widely adopted when object oriented software engineering is applied. ഇതിൽ 4 ബേസിക് ഡിസൈൻസ് പ്രിൻസിപ്പിളാണ് ഇതിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ദ ഓപ്പൺ ക്ലോസ്ഡ് പ്രിൻസിപ്പിൾ, അതിന് OCP എന്ന് ഷോർട്ടായിട്ട് പറയും. The open closed principle first point, a module or component should be open for extension but closed for modification. ഇതിൽ പറയുന്ന എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിരിക്കും, പിന്നെ മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് ക്ലോസ്ഡും ആയിരിക്കും. ഒരു കോമ്പണൻ്റ് ഓർ മൊഡ്യൂൾ അസ്യൂം ചെയ്യാം, അതിലേക്ക് ഫങ്ഷനാലിറ്റി ആഡ് ചെയ്യാം. അത് നമുക്ക് ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ പറ്റും. എക്സ്റ്റൻഷൻ ഷുഡ് ബി ഓപ്പൺ ആയിരിക്കും, പിന്നെ മോഡിഫിക്കേഷൻ ഷുഡ് ബി ക്ലോസ്ഡ്. മോഡിഫിക്കേഷൻസ് ഒന്നും പറ്റൂല. സെക്കൻഡ് പോയിന്റ്, ദ ഡിസൈനർ ഷുഡ് സ്പെസിഫൈ കോമ്പണൻറ്റ് ഇൻ എ വേ ദാറ്റ് അലൗസ് it to be extended without the need to make internal code or design modification to the existing part of the components. ഈ പേജിലുള്ള പിക്ചർ കാണാം, അതിൽ ഡിറ്റക്ടർ, ഇൻ്റർഫേസ്, അതേപോലെ തന്നെ കോമ്പണൻറ്റ്സ് ഒക്കെ ഉണ്ട്. assume we have a detector and detector having an interface. It will read, enable, display and test. These are some functions, and adding n number of components. ഈ ഇൻ്റർഫേസിൽ റീഡ്, എനേബിൾ, ഡിസ്പ്ലേ, ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ കോമ്പണൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. എത്ര വേണമെങ്കിൽ കോമ്പണൻസ് നമുക്ക് ആഡ് ചെയ്യാം. എനി സെൻസർ ക്യാൻ ബി ആഡഡ് വിത്തൗട്ട് എനി മോഡിഫിക്കേഷൻ ഓഫ് കോഡ്.
കോഡ് മോഡിഫിക്കേഷൻ ചെയ്യാതെ എത്ര കോമ്പണൻസ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ദ ലിസ്കോ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾ, ഷോർട്ടായിട്ട് LSP എന്ന് പറയും. ഫസ്റ്റ് പോയിന്റ് ആണ് സബ് ക്ലാസ്സസ് ഷുഡ് ബി സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഫോർ ദെയർ ബേസ് ക്ലാസ്. ഈ സബ് ക്ലാസ് സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഫോർ ദെയർ ബേസ് ക്ലാസ്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി ഇൻവേർഷൻ പ്രിൻസിപ്പിൾ. അതിൽ ഫസ്റ്റ് പോയിന്റ് ഡിപ്പെൻസ് ഓൺ അബ്സ്ട്രാക്ഷൻ interfaces do not depend on concretions. Second point, the more components depends another components rather than on the interface, the more difficult it will to be extended. നാലാമത്തെ പ്രിൻസിപ്പിൾ ഇന്റർഫേസ് സെഗ്രിഗേഷൻ പ്രിൻസിപ്പിൾ. ഇന്റർഫേസ് സെഗ്രിഗേഷൻ പ്രിൻസിപ്പിൾ. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് മെനി ക്ലയൻറ്റ് സ്പെസിഫിക് ഇൻ്റർഫേസ് ആർ ബെറ്റർ ദാൻ വൺ ജനറൽ പർപ്പസ് ഇൻ്റർഫേസ്. ഇതിൽ പറയുന്നത് ക്ലയൻറ്റ് സ്പെസിഫിക് ഇൻ്റർഫേസ് ബെറ്റർ ദാൻ ആണ് വൺ ജനറൽ പർപ്പസ് ഇൻ്റർഫേസിനേക്കാൾ. സെക്കൻഡ് പോയിന്റ് ഫോർ സെവറൽ ക്ലാസ് സ്പെസിഫൈഡ് ഇൻ്റർഫേസസ് ഷുഡ് ബി ക്രിയേറ്റഡ് ടു serve major categories of clients. Cohesion ആണ് അടുത്ത് എടുക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് cohesion is a measure of the degree to which the elements or component of the modules are functionally created. അതായത് ഈ റിലേഷൻ ബിറ്റ്വീൻ കോമ്പണൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഇൻസൈഡ് ദ മൊഡ്യൂൾ ആണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് പറയണത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എ ഗുഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ വിൽ ഹാവ് ഹൈ കോഹീഷൻ. ഒരു നല്ല സോഫ്റ്റ്വെയർ ഡിസൈനിന് വേണ്ടിയിട്ട് ഹൈ കോഹീഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെ ഈ ഹൈ കോഹീഷൻ ഈസ് ഗുഡ് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ 7 ടൈപ്സാണ് ഇതിലുള്ള ഫങ്ഷൻ കോഹീഷൻ, സീക്വൻസ് കോഹീഷൻ, കമ്മ്യൂണിക്കേഷണൽ കോഹീഷൻ, അതുപോലെ തന്നെ പ്രൊസീജിയറൽ, ടെമ്പറൽ, അതുപോലെ തന്നെ കോയിൻസിഡൻ്റൽ, ലോജിക്കൽ. ഈ 7 ടൈപ്സിലാണ് കോഹീഷൻസ് ഉള്ളത്. ഫസ്റ്റത്തെ ഫങ്ഷണൽ കോഹീഷനാണ്. 2 or more functions performing similar task should be placed in a single module if they are related. ഇതിലെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ 2 കോമ്പണൻറ്റ്സ് then they should be placed at a single module. രണ്ടാമത്തെ സീക്വൻഷ്യൽ കോഹീഷൻ ആണ്. an elements output some data that becomes the input for other elements data flow between the parts. ഇപ്പോൾ A transfer data to B and B transfer data to C. പിന്നെ ഇതൊരു സീക്വൻഷ്യൽ കോഹീഷൻ ആണ്. എന്ന് ബിയിലെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും, അതേപോലെ തന്നെ ബിയിൽ സിയിലേക്കും. അടുത്തത് കമ്മ്യൂണിക്കേഷൻ കോഹീഷൻ ആണ്. 2 or more elements operate on the same input data. എല്ലാ എലമെൻസും ഈ ഏന്ന് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതുപോലെ തന്നെ ഇത് റെസിപ്രോക്കൽ ഓഫ് സീക്വൻഷ്യൽ കോഹീഷൻ ആണ്. പിന്നെ അടുത്തത് പറയുമ്പോൾ പ്രൊസീജിയറൽ കോഹീഷൻ. എലമെൻറ്റ്സ് ഓഫ് പ്രൊസീജിയറൽ കോഹീഷൻ ensure the order of execution one after another. അടുത്ത ടെമ്പറൽ കോഹീഷൻ. എലമെൻറ്റ്സ് ആർ റിലേറ്റഡ് ബൈ ടൈം ഇൻവോൾവ്ഡ് parallelly or at a particular time. അടുത്ത കോയിൻസിഡൻ്റൽ കോഹീഷൻ. എലമെൻറ്റ്സ് ആർ നോട്ട് റിലേറ്റഡ് ടു എനി മൊഡ്യൂൾ, hence it can be kept anywhere. ഏഴാമത്തെ ലോജിക്കൽ കോഹീഷൻ ആണ്. ദ എലമെൻറ്റ്സ് ആർ ലോജിക്കലി റിലേറ്റഡ് ബട്ട് നോട്ട് ഫങ്ഷണൽ റിലേറ്റഡ്. അടുത്ത കപ്ലിംഗ് ആണ് പറയാനുള്ളത്. കപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഈസ് എ മെഷർ ഓഫ് ദ ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് ബിറ്റ്വീൻ ദ മൊഡ്യൂൾസ്. എ ഗുഡ് സോഫ്റ്റ്വെയർ വിൽ ഹാവ് ലോ കപ്ലിംഗ്. ഒരു നല്ല സോഫ്റ്റ്വെയറിന്
ലോ കപ്ലിംഗ് ആണ് വേണ്ടത്. ഫസ്റ്റ് വൺ ഡാറ്റ കപ്ലിംഗ് ആണ്. ഡാറ്റ കപ്ലിംഗ്, if the dependency between the modules is based on the fact that they communicate by passing only data. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡാറ്റ പാസ് ചെയ്തിട്ടായിരിക്കും. രണ്ടാമത്തെ സ്റ്റാമ്പ് കപ്ലിംഗ്. ഇൻ സ്റ്റാമ്പ് കപ്ലിംഗ് ദ കംപ്ലീറ്റ് ഡാറ്റ സ്ട്രക്ചർ ഈസ് പാസ്ഡ് ഫ്രം വൺ മൊഡ്യൂൾ ടു അനദർ മൊഡ്യൂൾ. അതായത് ഇതിൽ ഡാറ്റ ഒരു മൊഡ്യൂളിൽ നിന്ന് വേറെ മൊഡ്യൂളിലേക്ക് പാസ് ചെയ്യും. മൂന്നാമത്തെ കൺട്രോൾ കപ്ലിംഗ്. If the modules communicate passing control inputs, then they are said to be control coupled, like flag. നാലാമത്തെ external coupling. In external coupling, the module depends on other modules external to the software, like database or server. അഞ്ചാമത്തെ common coupling ആണ്. The module have share global data or global. ആറാമത്തെ കണ്ടൻറ് കപ്ലിംഗ്. ഹിയർ വൺ മൊഡ്യൂൾ മോഡിഫൈസ് ഡാറ്റ ഓഫ് അനദർ മൊഡ്യൂൾ. ഈ കോമ്പണൻറ്റ് ലെവൽ ഡിസൈനിൽ 7 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഐഡൻറ്റിഫൈ ഡിസൈൻ ക്ലാസ്സസ് ഇൻ പ്രോബ്ലം ഡൊമൈൻ. രണ്ടാമത്തെ ഐഡൻറ്റിഫൈ ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻ ക്ലാസ്സസ്. മൂന്നാമത്തെ എലാബറേറ്റ് ഡിസൈൻ ക്ലാസ്സസ്. 4 ഡിസ്ക്രൈബ് പെർസിസ്റ്റൻസ് ഡാറ്റ സോഴ്സസ്. 5 എലാബറേറ്റ് ബിഹേവിയറൽ റെപ്രസെൻറ്റേഷൻ. ആറാമത്തെ എലാബറേറ്റ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ്. 7 റീഫാക്ടർ ഡിസൈൻ ആൻഡ് കൺസിഡർ ആൾട്ടർനേറ്റീവ്സ്. സ്റ്റെപ്പ് 1 പിന്നെ സ്റ്റെപ്പ് 2 ആണ് പറയുന്നത് ഐഡൻറ്റിഫൈ ക്ലാസ്സസ് ആണ്. ഇതിൽ ഫസ്റ്റ് വൺ മോസ്റ്റ് ക്ലാസ്സസ് ഫ്രം ദ പ്രോബ്ലം ഡൊമൈൻ ആർ അനാലിസിസ് ക്ലാസ്സസ് ക്രിയേറ്റഡ് ആസ് പാർട്ട് ഓഫ് ദ അനാലിസിസ് മോഡൽ. Another point, the infrastructure design classes are introduced as components during architectural design. Step 3 ആണ് class elaboration. A. Specify message details when classes or components collaborate. B. Identify appropriate interface for each component. C. Elaborate attributes and define data structure required to implement them. D. Describe processing flow within each operation in details. Next 3A, collaboration details. The first one, message can be elaborated by expanding their syntax in the following manner. Guard condition, sequence expression, return value equal to message name argument list. 3B, appropriate interfaces. Pressman argues that the print job interface initiate job in slide 5 does not exhibit sufficient cohesion because it performs 3 different sub-functions. He suggests this refactoring. 3C, elaborate attributes. First one, analysis classes will typically only list names of general attributes. Example, paper type. Second one, list all attributes during component design. Third point, UML syntax. Name, type, expression equal to initial value, property, string. For example, paper type can be broken into weight, size, and color. The weight attribute would be paper type weight string equal to A contains one of 4 values A, B, C or D. 3D, describe processing flow. The first one, activity diagram for compute paper cost. And the function ആണ്. Next step 4 ആണ് persistent data. Describe persistent data source, databases and files and identify the classes required to manage them. Step 5, elaborate behaviors. First one, it is sometimes necessary to model the behavior of design class. Second one, transitions from state to state have the form event name, parameter list, guard condition,
action expression. Next step 6, elaborate deployment. First point, deployment diagrams are elaborated to represent the location of key packages or components. Step 7, redesign, reconsider or reconsider. First one, the first component level module you create will not be as complete, consistent or accurate as the nth iteration you applied to the model. The best designers will consider many alternative design solutions before settling on the final design model. അടുത്ത പറയാനുള്ളത് കോമ്പണൻറ്റ് ബേസ്ഡ് ഡെവലപ്മെൻറ്റ് മോഡലാണ്. The first point, concept of reusability. Second one, requirement consists of entering into the design. Components or modules of the existing similar projects are checked. പിന്നെ faster and cheaper development ആണ്. അതുപോലെ തന്നെ number of advantages ആണ്. First one, scalability. Second one, enhanced quality. Third one, reduced risk. Fourth one, reduce cost and schedule. Fourth one, increase maintainability. Last one, customization and flexibility. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ആണ് കൊടുത്തത്. സ്കേലബിലിറ്റി ഫസ്റ്റ് വൺ, കോമ്പണൻറ്റ്സ് ആർ ഈസിലി ആഡഡ് or remove. Second one, highly scalable. അടുത്താണ് എൻഹാൻസ്ഡ് ക്വാളിറ്റി. അതിൽ ഫസ്റ്റ് വൺ, വാലിഡേറ്റ് ദ ക്വാളിറ്റി ഓഫ് ദ സിസ്റ്റം. സർട്ടിഫിക്കറ്റ് പ്രോസസ്. അടുത്ത റെഡ്യൂസ് കോസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ. ഫസ്റ്റ് വൺ, കോമ്പണൻറ്റ്സ് ആർ റീയൂസ്ഡ്. സെക്കൻഡ് വൺ, റെഡ്യൂസ് ദ കോസ്റ്റ്, i.e. certificate process. Next, reduce cost and schedule. Components are reused, reduce the cost. Next, customization and flexibility. The first one, set of adaptable component. Second point, application developers can purchase from third party. Next one on increased maintainability. The first one, more maintainable. Second point, easy to replace faulty components. At the reduce risk. The first one, risk of software failure is reduced.